എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ആദ്യം നന്നാകൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല. അവരെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കൂ. അവർക്ക് അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല, മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ലാഹ് ആരാണ്, മുത്തുനബി ആരാണ്, പരിശുദ്ധമായ ദീൻ എന്താണ്, പടച്ചവനെ നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ. ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സങ്കടം തോന്നുകയാണ്. വാപ്പാ, മക്കള് ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകള് തലമറയ്ക്കാതെ നടക്കുന്നുണ്ട്. തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. തിരുത്താൻ നിനക്ക് സമയമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര്, ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. മുത്തുനബി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന്? ഇത്തഖുല്ലാഹ ഫിൻ നിസാ, റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹജ്ജിന് പോയ ഹാജിയാരാ, നിസ്കാര തഴമ്പുണ്ട്, താടിക്ക് മുട്ടുവരെ നീളമുണ്ട്, ജുബ്ബയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം വലിയ മഹാനാ. കൂടെ പോണ മോളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അലം. എഴുന്നള്ളത്തിന് വരണ ആനയെ കൊണ്ടുപോണ പോലെ. അല്ലാഹുവേ, ഹാജിയാരുടെ താടിയുടെ നീളവോ, ഹാജിയാരെ കാണുമ്പോ എല്ലാരും എഴുന്നേറ്റ് ബഹുമാനിക്കും. എടാ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെ നടക്കണ കോലം കണ്ടിട്ടുണ്ടാ? ഈ കരിക്കണ താത്താമാര് കടയിൽ പോയിട്ട് ഫർദ വാങ്ങും, കടയിൽ പോയി ഫർദ വാങ്ങും. എന്നിട്ട് നേരെ കടയിൽ പോയി ഫർദ പോകുമ്പോ നല്ല ഇട്ട് നോക്കുണ്ടോ, കൊള്ളാം. എന്നിട്ട് നേരെ തയ്യക്കടക്കാരന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇതൊന്ന് ടൈറ്റാക്കി തരാൻ. കൊണ്ടുപോയിട്ട് പറയാ, ഇതൊന്ന് ടൈറ്റാക്കാൻ. എന്തേ? ടൗണിൽ ഇറങ്ങുമ്പോ എന്റെ ജിമ്മിന് പോണ താത്ത എന്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം. അതുണ്ട്, നാട്ടുകാർ മുഴുവനും കാണണം. എന്റെ എല്ലാ മസിലും അവിടെ ഇവിടെ ചാടിക്കിടക്കണം. അതിനല്ലേ ടൈറ്റാക്കണേ. ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക, ഇങ്ങനെ അങ്ങോട്ട് വരിക. ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണുമ്പിള്ളയെ നോക്കാൻ സമയമില്ല. എടാ, പെണ്ണുമ്പിള്ളതോ തലയെ തുണിയില്ല, സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു. മക്കളതോ തലയെ തുണിയില്ല, അങ്ങനെ നടക്കാം. അപ്പഴാ പള്ളിയിലെ ഫാത്തിഹ, ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കണം വാപ്പ. അപ്പഴാ സ്വന്തം പെണ്ണുമ്പിള്ളയെ നേരെയാക്കാൻ വയ്യ, സ്വന്തം മക്കളെ. നീ വിചാരിച്ചു അല്ലാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ല വാപ്പ. നീ ഒറ്റയ്ക്കങ്ങ് പോകാനല്ല അല്ല പറഞ്ഞത്. എടാ, സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല. നീ പോകുമ്പോ പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോയി ചങ്ങാതി സ്വർഗത്തിൽ പോകുമ്പോ. അതല്ലേ അല്ല പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം പെണ്ണും പിള്ളയെ മക്കളെ നോക്കാൻ നടക്കാ. ഏത് പൊട്ടനെ അറിയാത്തത്? വീട്ടിൽ കയറി ചെല്ലുമ്പോ സിനിമ കാണാവോ, സീരിയൽ കാണാവോ? അനുമതിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് പണ്ഡിതന്റെ അടുക്ക വേണമെങ്കിലും നിങ്ങൾ പൊക്കോ. ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായിസെങ്കിലാക്കാൻ പറ്റുമോ? പറ്റൂല. വീട്ടിൽ ഉണ്ട്, TV ഉണ്ട്. ഉസ്താദ് ബർക്കത്തിന് അൽഹംദുലില്ലാ. ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഖത്തീബിന്റെ കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ടാ പോണേ. ഓ അല്ലാഹു, എത്ര നല്ല മനുഷ്യൻ. നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇങ്ങനെ ഇരിപ്പോണ്ട് ആമീന ടിവിയുടെ ഫ്രണ്ടില് ചന്ദ്രമഴയും കണ്ടുകൊണ്ട് കൂടെ പോയിരിക്കാം. ഫോൻ അവളെ നന്നാക്കാൻ വയ്യ. സ്വന്തം പെണ്ണുമ്പോൾ അവിടെ ഇരിപ്പോണ്ട്, മക്കൾ അവിടെ ഇരിപ്പോണ്ട്, ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്ക. അവിടെ ചെന്ന പൂച്ചക്കുട്ടി സുബ്ഹാനല്ലാഹ്, അല്ലാഹ് മിണ്ടാതെ പോയി കിടക്ക. അല്ല നിങ്ങളെ വെറുതെ വിടുവ ചങ്ങാതി. റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഉള്ളത് പറയുമ്പോ പിടിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഇതിന്റെ സത്യം, ഇതാണ് ഇതിന്റെ സത്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹ് നിന്നോട് ചോദിക്കും. അല്ലാഹുവേ പടച്ചവൻ, എന്നത്തെ പെൺകുട്ടികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി, ഏത് പെണ്ണിനാ പറയാത്ത? ഏത് പെണ്ണിനാ? എടാ, ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല. എടാ, മയ്യത്ത് കാണാൻ പറ്റുമോ? ബാക്കി എല്ലാം പോട്ടെ. ഒരു അന്യ പെണ്ണു മരിച്ചാൽ ഒരാണിന് കാണാൻ പറ്റുമോ? ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യപുരുഷൻ കാണരുത്, അന്യപുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ, മരിച്ച വീട്ടിൽ പോയി നോക്കടാ. പെണ്ണുമ്പിള്ളാരുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക, ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കുക. ആൾക്കാർ വരുമ്പോ പൊക്കി കാണിക്കുക, കണ്ടോടാ എന്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, എന്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ, ഇങ്ങനെ പൊക്കി കാണിക്കുക. കുളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിരിക്കുക. പൊതിയാൻ പോവാ, ഇനി ആർക്കെങ്കിലും കാണണോ? ഇനി എന്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോ, ആർക്കെങ്കിലും കാണണോ? ബാ, വീണ്ടും പൊക്കി കാണിക്കും. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അങ്ങടെ നാട്ടിലൊക്കെ ഉണ്ട്. പള്ളി കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണണോന്ന്. കുഴിച്ചിടാൻ പോവാടാ, ആലിച്ചു വെക്കടാ. സ്വന്തം പെണ്ണുമ്പിള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവൻ. നിങ്ങൾ ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു പെണ്ണ് വയലിന്റെ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. താത്ത ഇപ്പോഴും തല തുറന്നിട്ടിരിക്കുക. താത്തായ്ക്ക് അറിയാം, താത്താടെ മൊബൈലിൽ വയല്, നരകം, കബറ്, പരലോകം, മത്സര. അല്ലോ പടച്ചോൻ, എന്താ വയലെന്നറിയോ? താത്താടെ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു പെണ്ണിന്റെ ഒരു തലമുടി താഴെ കിടന്നാ ഉള്ള ശിക്ഷ എന്താ ആലോചിക്കേ? ഏത് താത്തായ്ക്ക് ഇത് അറിയാത്തത്? എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ. ഒരു രോമം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നിങ്ങൾ ആലിക്കണം. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ടാ തലേ തുണിയിടും, എന്നിട്ട് വീടിന്റെ അകത്ത് പോയി ഒളിച്ചിരിക്കും, ജനലിൽ കൂടെ ഒക്കെ പതുങ്ങി നോക്കും. അതാ ഉസ്താദ്, വീട്ടിൽ വരണ്ട, റോഡേ പോയാ മതി. ഉസ്താദന്മാര് വീടിന്റെ പരിസരത്ത് കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും. ഇന്നെങ്ങാണ് ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മരിച്ച് ഉസ്താദിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇന്നത്തെ പെണ്ണുങ്ങൾ അരച്ചയ്ക്ക് കാലെവിടെത്തിയെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ നബിയേ. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്, എന്റെ രോഗം മാറാനൊന്ന് ദുആ ചെയ്യണേ. വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. മുത്തുനബിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, ഏത് വേദനയും സഹിക്കാൻ തയ്യാറാണ്. അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് പിന്നെയും ഓടി വരികയാ. യാ റസൂലല്ലാഹ്, എനിക്ക് ദുആ ചെയ്യണേ നബിയേ, എനിക്ക് ദുആ ചെയ്യണേ നബിയേ. രോഗം മാറാനല്ല നബിയേ. ഈ അപസ്മാരമെന്ന് പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ രോഗം വന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. ആ പെണ്ണ് പറയാ, അപസ്മാരം എന്ന് പറയുന്ന വായിലൂടെ പതയൊക്കെ വരും, കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും. അപ്പോഴാ ഈ ഇരുമ്പൊക്കെ എടുത്ത് കൈവച്ചു കൊടുക്കുക. ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാകുന്ന നബിയെ. എനിക്കാണെങ്കിൽ തിരിച്ചു പിടിച്ചിടാൻ കഴിയുന്നില്ല. അന്യ പുരുഷന്മാര് എന്റെ ഔറത്ത് കാണുന്നു, അതെനിക്കിഷ്ടമല്ല നബിയെ. അതുകൊണ്ട് ആ രോഗം വന്ന് വീടുന്ന സമയത്ത് അള്ളാഹുവിന്റെ സംരക്ഷണം, എന്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ നബിയെ. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ഇന്നത്തത് കടയിൽ പോയി ഫർദയും വാങ്ങിച്ചിട്ട് അതിന്റെ ഐറ്റാക്കി
ഉണ്ടാക്കിയിട്ട് കാണാൻ പറ്റുന്നത് മുഴുവനും വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാനോടും ഉമ്മാനോടും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ അത് ഇട്ടിട്ട് ആദ്യം നീ നിന്റെ മുന്നിലൊന്ന് നിർത്തി നോക്ക്, നിന്റെ പൊന്നുമോളുടെ ശരീരം കാണാം. ആദ്യം നീയൊന്ന് നിർത്തി നോക്ക്, എന്നിട്ട് വേണം നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറക്കിവിടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെൺമക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.